എനിക്കെന്തോ സുധയാണ് തെറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവളുടെ അമ്മ പറയുന്നതനുസരിച്ച് പെരുമാറുന്നുണ്ടോന്ന് സംശയം. തെറ്റായ ഉപദേശം മാത്രമല്ല, ആ ഉപദേശത്തിനിടം കൊടുത്താലും കുടുംബം തകർന്നു പോകും. ഇന്ന് ചില മനുഷ്യർ ശത്രുവായിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നു എന്നിരിക്കും. ഈ മോശമായ കാലത്ത് നമ്മൾ വിവേകത്തോടെ പെരുമാറണം. കർത്താവിന്റെ വഴിനയക്കൽ വേണം, കർത്താവിന്റെ ഉപദേശം വേണം. അതിനാൽ കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുടുംബനാഥൻ യേശുവായിരിക്കട്ടെ. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം നമ്മുടെ കുടുംബങ്ങളിൽ മൂന്നാമതൊരാൾ കടന്നു വരേണ്ട എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു പോകാറുണ്ട്. എന്നാൽ പ്രശ്നം തന്നെ ജീവിതമാകുന്നതിനും പ്രശ്നങ്ങൾ കാരണം കുടുംബം വേർപിരിയുന്നതിനും മൂന്നാമതൊരാൾ ഇടപെടുന്നത് കാരണമായി തീരാം. അമ്മായി, അമ്മാവൻ, ചിറ്റ, ചിറ്റപ്പൻ ഇവരൊക്കെ കുടുംബത്തിൽ ഇടപെടുന്നത് കൊണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ദൈവമക്കളായ നമ്മൾ അങ്ങനെ സംഭവിക്കാതെ വിവേകത്തോടെയും പ്രാർത്ഥനയോടെയും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്താൽ നമ്മുടെ കുടുംബങ്ങളിലും സ്നേഹവും സന്തോഷവും നിറഞ്ഞു കവിയും. ഇപ്പോൾ ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. ചേച്ചി, അല്ല, എന്താ സുഖം തന്നെയല്ലേ? മകളെ കാണാൻ വേണ്ടി വന്നതാ. എന്താ മോനെ, സുഖം തന്നെയല്ലേ? സുധ നന്നായിരിക്കുന്നോ? സുഖം തന്നെയല്ലേ? അവള് നന്നായിരിക്കും. അവളെ കണ്ടിട്ട് ഒരു ദിവസം താമസിച്ചിട്ട് പോവാന്ന് വന്നതാ. എന്താ മോനെ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അമ്മ ഇവിടെ എത്ര ദിവസം വേണേലും താമസിച്ചോളൂ. സുധാ അകത്തുണ്ട്. അതെയോ? അമ്മ ഇങ്ങോട്ട് ചെല്ലേ. ശരി. അമ്മേ, വാ വാ, ഇരിക്കും. സുഖായിരിക്കുന്നു അമ്മേ? നന്നായിരിക്കുന്നു. നിനക്ക് സുഖല്ലേ? സുഖായിരിക്കുന്നു അമ്മേ. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? ഏയ്, അതൊന്നും വേണ്ട. ഹോർലിക്സോ ബൂസ്റ്റോ ഉണ്ടെങ്കിൽ താ. ശരി അമ്മേ. വേഗം കുടിച്ചിട്ട് കഴുകിയിട്ട് വാ അമ്മേ, നമുക്ക് ടിഫിൻ കഴിക്കാം. ആ ശരി മോളെ. ഗണേഷ്, എനിക്കെന്തോ സുധയാണ് തെറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവളുടെ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടെന്നൊരു സംശയം. തെറ്റായ ഉപദേശം മാത്രമല്ല, ആ ഉപദേശത്തിന് ഇടം കൊടുത്താലും
കുടുംബം തകർന്നു പോകും. എന്തുപറ്റിയമ്മേ? അമ്മയ്ക്ക് സുഖമില്ലേ? ഒന്നുമില്ല മോനെ. അമ്മയ്ക്ക് എന്നോടെന്തെങ്കിലും ദേഷ്യം മറ്റോ ഉണ്ടോ? ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ഇരിക്കുന്നേ? ഹലോ, ആരാ? ഞാൻ സുധയുടെ വല്യമ്മയാ സംസാരിക്കുന്നത്. ആ, സുഖം തന്നെയല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, സുധയെ നിങ്ങൾ എന്തിനാ വേദനിപ്പിക്കുന്നത്? ചോദിക്കാൻ ആരുമില്ലെന്ന് കരുതിയോ? അവളുടെ വല്യമ്മ ഞാനുണ്ട്. അത് ചോദിക്കാൻ നിങ്ങളാരാ? എന്നോട് പോലും ഇങ്ങനെ സംസാരിച്ചാ എന്റെ മോളോട് നിങ്ങൾ എങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും? ഇതാ നോക്ക്, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആദ്യം ഫോണ് കട്ട് ചെയ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ, പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കാം അമ്മേ. വീട്ടില് ആകെ മൊത്തം പ്രശ്നമാടാ. നീ പറയുന്ന വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമാണെന്നാണല്ലോ തോന്നുന്നത്. ഗണേശേ, എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിന്റെ അമ്മായിയമ്മ പറയുന്ന വാക്കുകൾ കേട്ട് നിന്റെ ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. അതേടാ, എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ അമ്മായിയമ്മയും ഇതുപോലെ പിരികേറ്റി വിടുമായിരുന്നു. ഞാനും അതെന്തോ വലിയ സംഭവമായിട്ട് കരുതി വീട്ടിൽ വെറുതെ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നീടാ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റായിരുന്നെന്ന്. നീ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. നീ കഴിച്ചായിരുന്നോ? ആ, ഞാൻ കഴിച്ചു ഏട്ടാ. മതി മതി. മതി 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 മതി. കുറച്ചുകൂടി ഇടാം, കഴിക്കേട്ടാ. ശരി, മതി മതി. കഴിക്ക്. അമ്മേ, ആ, അമ്മ കഴിച്ചായിരുന്നോ? ഇല്ല മോനെ. എന്നാ അമ്മ ഇരിക്ക്, കഴിക്കാം. നീ കഴിച്ചോ മോനെ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഏട്ടാ, അമ്മ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആദ്യം കഴിക്ക്. അമ്മേ, അമ്മ ഇവിടെ ഇരുന്നേ. അമ്മയ്ക്ക് കറി വിളമ്പി കൊടുത്തേ. ഏട്ടാ, നമുക്ക് രണ്ടുപേർക്കും മാത്രമേ കറി വെച്ചുള്ളൂ. ഇന്നലെ വെച്ച സാമ്പാർ ഇരിപ്പുണ്ട്. പിന്നെ നിന്റെ അമ്മ അവിടെ ഇരുന്ന് എന്താ കഴിക്കുന്നേ? നിന്റെ അമ്മയ്ക്ക് മട്ടൻ, എന്റെ അമ്മയ്ക്ക് ഇന്നലെ വെച്ച സാമ്പാർ അല്ലേ? ഞാൻ 5 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ നിന്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങണം.
എന്താ ആന്റി നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്? എല്ലാം കൈവിട്ടു പോയി. എന്തൊക്കെയാ പറയുന്നത്? ജ്യോതി, എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷേ ഞാനത്ര മോശമല്ല. അത് നിനക്കറിയാലോ. ഞാൻ എവിടെയും എന്റെ മരുമകളെ വിട്ടുകൊടുത്തിട്ടില്ലെന്ന്. അതെനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാൻ വളരെ മോശമാണെന്ന് എല്ലാവരും പറയുന്നു. സത്യത്തിൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എനിക്കതറിയാമല്ലോ. ഒരു ദിവസം മരുമകള് തലവേദനയുണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ കിച്ചണിൽ പോയി. റൂമിന്ന് പുറത്തു വന്ന എന്റെ മരുമകള് എന്നെ തുറച്ചു നോക്കിയിട്ട് പോയി. ശ്ശേ, തല വേദനിച്ചിട്ട് ഒരു ചായ ഇടാന്ന് വിചാരിച്ച എനിക്ക് മരുന്ന് വാങ്ങണം. കയ്യിൽ കാശില്ല. അതുകൊണ്ടാണ് വാതിലിന് മുട്ടിയിട്ട് നിന്നെ വിളിച്ചത്. പക്ഷെ നീ അമ്മയെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും കാര്യത്തില് നിങ്ങളെ വേർതിരിച്ച് സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ ഭക്ഷണത്തിൽ പോലും നിങ്ങൾ എന്നെ പിരിച്ചു വെച്ചില്ലേ? സുധേ, ഇത് നിന്റെ ജീവിതമാണ്. ഗണേഷ്, ഇത് നിങ്ങളോടും കൂടിയാ. ഇതില് മറ്റൊരാൾ ഇടപെടാൻ എന്തിനാ അനുവദിക്കുന്നത്? സുധേ, നിന്റെ വല്യമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർക്ക് നിന്റെ വീട്ടിൽ നടക്കുന്നതൊക്കെ എങ്ങനെ അറിയാം? അവര് നിന്റെ അമ്മായിയമ്മയോട് എന്തിനാ കയർത്ത് സംസാരിക്കുന്നത്? ധാരാളം അമ്മമാര് ചെയ്യുന്ന തെറ്റ് തന്നെയാ നിന്റെ അമ്മയും ചെയ്യുന്നത്. കുടുംബം തകർക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കും പറഞ്ഞു തന്ന് നിന്നെയും തലതിരിഞ്ഞവളാക്കി. നീ പഠിച്ചവളല്ലേ സുധേ? ഒന്ന് ആലോചിക്കണ്ടേ? ഗണേഷ്, നിങ്ങളോടും കൂടിയാ ഇത് പറയുന്നത്. ഉപദേശം നൽകാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരും. അതെല്ലാം കേട്ടോണ്ടിരുന്ന ജീവിതത്തിന്റെ ഗതി എന്താവും? പറഞ്ഞേ. നിങ്ങളുടെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തതാണോ മറ്റുള്ളവർ പറയാൻ പോകുന്നത്? സുധേ, നീ പഠിച്ചവളാ. നിന്റെ 400 പേജുള്ള പുസ്തകവും നിന്റെ അമ്മായിയമ്മയുടെ 40 വർഷത്തെ അനുഭവവും വ്യത്യസ്തമാ മോളെ. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകാനുള്ള കാരണം മാതാപിതാക്കളുടെ തെറ്റായ ഉപദേശമാ. നല്ലത് കേൾക്ക്, ദോഷം ചെയ്യുന്നത് വിട്ടേക്ക്. ഒരാളെക്കുറിച്ച് വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ കേൾക്കുന്ന നിനക്ക് അവര് നല്ലവരായിരുന്നാൽ പോലും തെറ്റായിട്ടേ ചിന്തിക്കാൻ തോന്നും. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ചിന്തിച്ചൊരു തീരുമാനമെടുക്ക്. ആരുടെയും തെറ്റായ ഉപദേശം കേൾക്കേണ്ട ആവശ്യമില്ല. കുടുംബം തകർന്നു പോകാതെ സൂക്ഷിക്കണം. പ്രേക്ഷകരെ, ജ്യോതി ചേച്ചി നാടകത്തിൽ കണ്ടതുപോലെ ഭാര്യ, ഭർത്താവ്, അവരുടെ അച്ഛനമ്മമാർ ഇവരെയൊക്കെ ഒഴികെ മൂന്നാമതൊരാൾ കുടുംബത്തിലെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ പ്രശ്നങ്ങൾ വലുതാവാനുള്ള സാധ്യത കൂടുമെന്നല്ലാതെ കുറയാനുള്ള സാധ്യതയേ ഇല്ല. അതിനാൽ ഭാര്യ ഭർത്താക്കന്മാർ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഉപദേശം തേടി കുടുംബത്തെ വഴി നയിക്കണം. അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരൈ അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങി ജീവിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല,
അനേകം കുടുംബങ്ങൾ ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിനായി കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഈ നല്ല വീട് എന്ന പരിപാടിയെക്കുറിച്ച് മറ്റുള്ളവരോടും പറയുക. കർത്താവിന്റെ അനുഗ്രഹം അവർക്കും ലഭിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം കർത്താവിന് പ്രിയപ്പെട്ടതാണ്. കുടുംബത്തെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. സങ്കീർത്തനങ്ങൾ 115 അവൻ ഇസ്രയേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അപ്പോൾ കുടുംബങ്ങളെ ഉണ്ടാക്കിത്തന്ന ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. അതുമാത്രമല്ല, ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ നമ്മെ ഉന്നതമാക്കും എന്ന്. എല്ലാവർക്കും കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കണം എന്ന ആഗ്രഹവും അഭിലാഷവും ഒക്കെ ഉണ്ടാവും. ഈ പരിപാടി കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് എല്ലാരും പ്രാർത്ഥിക്കും. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ഇന്ന് നോക്കിയാൽ ചില കുടുംബങ്ങളിൽ ഒരു സമാധാനമില്ല, ഒരു അഭിപ്രായ വ്യത്യാസം. ഒരേ കുടുംബത്തിൽ ഒരേ വീട്ടിലായിരിക്കും താമസം. ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ പറയാറുണ്ട്, ഞാനും എന്റെ ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് എത്രയോ മാസങ്ങളായി എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഒന്നിച്ചല്ലേ താമസം? അതെ, ഒരേ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ പരസ്പരം സംസാരിക്കാറില്ല. അദ്ദേഹത്തിനുള്ള ഭക്ഷണം ടേബിളിൽ എടുത്തു വെക്കും, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ജോലിക്ക് പുറത്തു പോകും. ഇങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട്. അതുപോലെ ചില ക്രിസ്ത്യാനി കുടുംബങ്ങളുണ്ട് ശുശ്രൂഷാ പാതയിൽ. അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിക്കാനായി വരുന്നത് കൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, കുടുംബനാഥനാണ് യേശു. നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിച്ച യേശു കർത്താവ് ഈ സമൂഹത്തിൽ അങ്ങായിരിക്കണം കുടുംബനാഥൻ. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങാണ് വഴി നയിക്കേണ്ടത്. അങ്ങ് നൽകുന്ന ഉപദേശങ്ങൾ ഞങ്ങൾക്ക് വേണം. ജോലിസ്ഥലത്ത് വേണം, അങ്ങയുടെ ഉപദേശം വേണം. അങ്ങ് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന കർത്താവായിരിക്കണം. കുടുംബനാഥനായി എന്നാണോ നിങ്ങളുടെ വിവാഹം കഴിയുന്നത് അന്നേ ദിവസം മുതൽ കർത്താവിന് മുൻപാകെ, കർത്താവേ, ഞങ്ങളുടെ കുടുംബനാഥനായി അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് ഈ കുടുംബനാഥനായി ഇരുന്ന് വഴി നയിക്കണം, നല്ല വഴി കാണിക്കണം. അങ്ങയുടെ ഉപദേശം ഞങ്ങൾക്ക് മതിയാകും. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന തീർച്ചയായും എല്ലാ കുടുംബത്തിലും വേണം. ഇന്ന് ഒരുപക്ഷെ വിവാഹത്തിനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മകനോ അല്ലെങ്കിൽ മകളോ ഉണ്ടായിരിക്കാം. കർത്താവിനോട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, എന്റെ കുടുംബനാഥൻ അങ്ങായിരിക്കണം. കർത്താവേ, ഏതൊരു മനുഷ്യന്റെ ഉപദേശവും ഞങ്ങൾക്ക് വേണ്ട. കർത്താവെ, ഞങ്ങൾക്കൊരു തീരുമാനമില്ല. കർത്താവെ, എല്ലാം അങ്ങയുടെ ഉപദേശപ്രകാരം, അങ്ങയുടെ തീരുമാനപ്രകാരം നടക്കട്ടെ. കുടുംബനാഥൻ യേശു ആയിരിക്കുമ്പോൾ അവന്റെ അനുഗ്രഹം ഭൂമിയിലെ സർവ്വജാതികൾക്കും ലഭിക്കും എന്ന വചനപ്രകാരം കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും ശുശ്രൂഷയിൽ ചിലർ വന്ന് പറയാറുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്, ഞാനും ഭർത്താവും ഒരു ദിവസം പോലും സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല, എനിക്ക് അദ്ദേഹത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. ചില സഹോദരിമാർ എന്നോട് വന്ന് പറയാറുണ്ട്, എന്റെ ഭർത്താവിനെ എനിക്ക് ഇഷ്ടമേ അല്ല. എന്തുകൊണ്ടാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? കർത്താവ് തന്നതല്ലേ? അല്ല, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേറൊരുത്തിയുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ഉള്ളിൽ സംശയത്തിന്റെ ആത്മാവുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുക, എന്തിനാ അദ്ദേഹത്തെ സംശയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഓഫീസിൽ നിന്ന് കൃത്യസമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നില്ല, അദ്ദേഹത്തിന്റെ സംസാരത്തിലൊരു മാറ്റം കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജോലി സ്ഥലത്ത് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ, അല്ല, ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളല്ലേ എന്ന് അവർ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, അതിനുശേഷം അവരോട് ചോദിച്ചപ്പോ ഞാൻ അതും അന്വേഷിച്ചു. ജോലി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും ഞാൻ അന്വേഷിച്ചു. അവരിലൂടെയും ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറയാറുണ്ട്. ഇന്ന് ഒരുപക്ഷേ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലായിരിക്കാം നിങ്ങൾ ഈ പരിപാടി കാണുന്നത്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് നിങ്ങൾ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കാതെ അതിന് ചെവി കൊടുക്കാൻ പാടില്ല. ഇന്ന് ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നുള്ള ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളിൽ നിന്നുള്ള ഉപദേശമായിരിക്കാം, ഒരുപക്ഷെ വിശ്വാസികളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ പോലും ആയിരിക്കാം. ഭാര്യ ഭർത്താക്കന്മാരായ നിങ്ങൾക്കിടയിൽ വേറെ ഒരാൾ, നിങ്ങൾ രണ്ടുപേരെ ഒഴികെ വേറെ ആര് ഉപദേശം നൽകിയാലും കർത്താവിന് മുൻപാകെ അത് വെച്ച് പ്രാർത്ഥിച്ച് അവർ നൽകിയ ഉപദേശം വചനവുമായി യോജിക്കുന്നുണ്ടോ, കർത്താവിന്റെ വചനത്തിന് അത് ചേരുന്നതാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ആ ഉപദേശം സ്വീകരിക്കാനായിട്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമായിരിക്കാം. പ്രിയപ്പെട്ട കുടുംബനാഥനും വീട്ടമ്മയ്ക്കും
കർത്താവ് നൽകുന്ന ഒരു ഉപദേശം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യമായിരിക്കാം. എന്തു തന്നെയായാലും ശരി, നിങ്ങൾ കർത്താവിന് മുൻപാകെ നന്നായി മനസ്സു തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒളിവ് മറവ് ഉണ്ടായിരിക്കരുത്. ഭാര്യയായാലും ഭർത്താവായാലും ഇതറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഇടയിൽ ഒളിവ് മറവ് ഉണ്ടായിരിക്കരുത്. നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി പരസ്പരം കാര്യങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾക്കിരുവർക്കുമിടയിൽ ഏക മനസ്സുണ്ടായിരിക്കണം. ഏത് കാര്യമായാലും നിങ്ങൾ ഏക മനസ്സോടുകൂടി ആലോചിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് അത് പ്രാവർത്തികമാക്കണം. ഒരുപക്ഷെ ഭാര്യ ചിന്തിച്ചേക്കാം, ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ എന്തു പറഞ്ഞാലും സ്വീകരിക്കുന്നില്ലെന്ന്, അദ്ദേഹം പറയുന്നതൊക്കെ നല്ലതിനാണ്, ഞാൻ പറയുന്നതൊന്നും സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെന്ന് ഭർത്താവിനോട് ദേഷ്യപ്പെടരുത്. ഭർത്താവിനെ വെറുക്കരുത്. അദ്ദേഹത്തെ ഒരിക്കലും താണ രീതിയിൽ കാണരുത്, ഒതുക്കരുത്. കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ഉപദേശം എന്റെ ഭർത്താവ് കേൾക്കണമേ, ഞാൻ അങ്ങയോട് സമർപ്പിക്കുന്നു. ഈ വാക്കുകൾ കർത്താവിന്റെ വാക്കുകളാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് അതിന് തക്കതായ സമയം നോക്കി ജ്ഞാനത്തോടെ സംസാരിക്കുക. ഏത് സമയത്ത് സംസാരിക്കണം, ഏത് സമയത്ത് സംസാരിച്ചാലാണ് ഞാൻ പറയുന്നത് സ്വീകരിക്കുക എന്ന് ജ്ഞാനത്തോടുകൂടി സംസാരിക്കുക. അദ്ദേഹം ജോലി സ്ഥലത്ത് നിന്ന് വന്ന ഉടനെ തന്നെ ഒരു കാര്യം ഇതാണ്, ഇങ്ങനെ നടക്കണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അഭിപ്രായം പറയരുത്. കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾ ഏക മനസ്സോടുകൂടി മനസ്സ് തുറന്ന് സംസാരിക്കുക. യാതൊന്നും പരസ്പരം ഒളിച്ചു വെക്കാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവും, സഹോദരിമാരായ ഭാര്യമാരെ നിങ്ങളുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ സഹോദരൻ ഭർത്താവ് അദ്ദേഹത്തിന്റെ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആര് പറഞ്ഞാലും നിങ്ങൾ പരസ്പരം ഒന്നും ഒളിച്ചു വെക്കരുത്. എന്റെ പേരൻസ് ഇങ്ങനെ പറഞ്ഞു, ഭർത്താവിനോട് പറയുക. സഹോദരൻ ഭർത്താവ് എന്റെ പേരൻസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഭാര്യയോട് പറയുക. രണ്ടുപേരും കൂടി അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് വചനപ്രകാരം തന്നെ പ്രവർത്തിക്കുക. നിങ്ങളുടെ തീരുമാനമല്ല, കർത്താവിന്റെ വചനത്തിന് ആ തീരുമാനം യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മുതിർന്നവരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, ആര് എന്ത് ഉപദേശം നൽകിയാലും ആ ഒരു ഉപദേശം നിങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയായ തീരുമാനമാണോ, വചനവുമായി യോജിക്കുന്നുണ്ടോ എന്ന് തീരുമാനിച്ച് പ്രാർത്ഥിച്ച് ആ ഉപദേശം സ്വീകരിക്കുക. അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചേക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബനാഥൻ യേശുവാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതൊരു മനുഷ്യന്റെയും ഉപദേശം പെട്ടെന്ന് സ്വീകരിക്കാതെ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ച് അത് വചനവുമായി യോജിച്ചു പോകുന്നുണ്ടോ എന്നറിയാതെ തീരുമാനമെടുക്കരുത്. കാരണം ഇത് മോശമായ കാലമാണ്. കുടുംബങ്ങൾ വേർപിരിഞ്ഞു പോകുന്നതിനായി ദുഷ്ടനായ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോശമായ കാലമാണിത്. ഞാൻ ശുശ്രൂഷാപാതയിൽ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വളരെ സങ്കടം തോന്നും. ചിലർ പറയാറുണ്ട്, ഭർത്താവിന് ഭക്ഷണമേ കൊടുക്കാറില്ലെന്ന്. ഞാൻ പാചകം ചെയ്യും, ഞാനും മക്കളും കഴിക്കും, അദ്ദേഹത്തിന് വേണമെങ്കിൽ കാപ്പി ഉണ്ടാക്കട്ടെ, വേണമെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിച്ചോട്ടെ. ഇങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവിന്റെ ഹൃദയം എത്രത്തോളം ദുഃഖിക്കും. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ പലരും വന്ന് പറയാറുണ്ട്, ഇവര് ഭർത്താവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഇവരെന്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരുടെ വാക്കുകൾ വിശ്വസിക്കരുത്. അതുപോലെ വേദപുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ കർത്താവ് ആദാമിനെയും ഹവ്വയെയും വെച്ചിരുന്നു. എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങളിലും സുഖിച്ചിരിക്കുന്ന വിധം കർത്താവ് അവരെ നോക്കി. അപ്പോൾ കർത്താവ് പറഞ്ഞു, തോട്ടത്തിലുള്ള എല്ലാ ഫലങ്ങളും ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിന്റെ നടുവിലുള്ള ആ ഫലം മാത്രം ഭക്ഷിക്കരുത്. സർപ്പം എന്ന ശത്രു വഞ്ചിക്കുവാനായി കടന്നുവന്ന് ഹവ്വയോട് പറഞ്ഞു, നിനക്കാ ഫലം ഭക്ഷിക്കാം. ഹവ്വ പറഞ്ഞു, ഇല്ല, ഇത് ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശത്രുവായ സർപ്പം പറഞ്ഞു, നിനക്കാ ഫലം തീർച്ചയായും ഭക്ഷിക്കാം, നിനക്ക് നല്ല ബുദ്ധിയുണ്ടാകും എന്ന് വഞ്ചകമായ ഒരു വാക്ക്, വഞ്ചിക്കുന്ന ഒരു ഉപദേശം അവൾക്ക് കൊടുത്തതിനാൽ ആദാമിനും ഹവ്വയ്ക്കും പ്രശ്നമായി. അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കർത്താവിന്റെ വാക്കുകൾക്ക്, കർത്താവിന്റെ ഉപദേശത്തിന് കീഴടങ്ങാതെ ശത്രുവായ സർപ്പത്തിന്റെ വാക്കുകൾക്ക് കീഴടങ്ങിയതിനാൽ കർത്താവിനെ അത് ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില മനുഷ്യർ ശത്രുവായി കുടുംബത്തിൽ ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനായി വന്നേക്കാം. ഈ മോശമായ കാലഘട്ടത്തിൽ നാം വിവേകത്തോടുകൂടി പെരുമാറണം. കർത്താവിന്റെ വഴി നയിക്കൽ വേണം, അവന്റെ ഉപദേശം വേണം. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുടുംബനാഥൻ യേശുവായിരിക്കട്ടെ. യേശുവിനെ നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാക്കുക.
കർത്താവ് നൽകിയിരിക്കുന്ന നല്ല കൽപ്പനകളെ അനുസരിച്ച്, കർത്താവ് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും, മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കും. അതിനാൽ പേരൻസോ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളോ, നിങ്ങളുടെ കൂട്ടുകാരോ നൽകുന്ന അഭിപ്രായങ്ങളൊന്നും സ്വീകരിക്കരുതെന്ന് ഞാൻ പറയുന്നേയില്ല. ചിലപ്പോഴൊക്കെ അവരുടെ അഭിപ്രായങ്ങളും കുടുംബത്തിന് സഹായമായിരിക്കും. അതാരായിരുന്നാലും ശരി, നിങ്ങളാണത് തീരുമാനിക്കേണ്ടത്. കർത്താവിന്റെ ഉപദേശമല്ലാതെ വേറെ ആരായിരുന്നാലും ആ ഉപദേശം സ്വീകരിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ആ ഉപദേശം വചനവുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കി പ്രാർത്ഥിച്ച് ആ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതെപ്പോഴും നിങ്ങൾക്കൊരനുഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കർത്താവ് നൽകുന്നതിനായി നമുക്കിപ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു യേശുവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവെ, എന്നോടുകൂടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണേ യേശുവേ. കർത്താവിന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതു കാര്യത്തിലും യാതൊരു വിധത്തിലും സാത്താനായ ശത്രു ഇവരെ വഞ്ചിക്കാത്ത വിധം, ഏതൊരു മനുഷ്യനും ഇവരെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഉപദേശം നൽകാത്ത വിധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉപദേശങ്ങളും കർത്താവ് നൽകുമാറാകട്ടെ. കർത്താവ് ഇവർക്ക് ഉപദേശം നൽകി വഴി നയിക്കണമേ. ഒരുപക്ഷെ കർത്താവെ, ഇന്ന് ഈ കുടുംബങ്ങളിൽ ഒന്നും സമാധാനവും സന്തോഷവും ഇല്ലാതെ മറ്റുള്ള മനുഷ്യരുടെ ഉപദേശങ്ങൾ കാരണം വേർപിരിഞ്ഞ ഹൃദയത്തോടെ കർത്താവെ, യേശുവേ, പിതാവേ, മനോവേദനയോടെ കാണപ്പെടുന്ന ഓരോ സഹോദരിയെയും സഹോദരനെയും, ഓരോ കുടുംബനാഥനെയും വീട്ടമ്മയെയും അങ്ങയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള സംശയങ്ങളെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. മനുഷ്യരുടെ ഉപദേശങ്ങൾ മൂലം പ്രിയപ്പെട്ട ഈ സഹോദരിമാർക്കുണ്ടായിട്ടുള്ള എല്ലാ സംശയങ്ങളെയും, അതുപോലെ ഭർത്താവിന്റെ പേരിലുള്ള ഭാര്യയുടെ സംശയത്തിന്റെ ആത്മാവുകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിൽ ഇവരെ ഫലമേൽപ്പിക്കുന്നു കർത്താവേ. വേർപിരിഞ്ഞ കുടുംബങ്ങളിൽ അങ്ങയുടെ ഉപദേശങ്ങൾ കടന്നു വരുമാറാകട്ടെ. ഓരോ കുടുംബത്തിലും അങ്ങയുടെ ശക്തി ഇറങ്ങുമാറാകട്ടെ. ഓരോ കുടുംബത്തിലുള്ളവരോടും അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ വാക്കും കൽപ്പനയും ആജ്ഞയും അനുസരിച്ച് ഇതാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഉപദേശം എന്ന് സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ കുടുംബങ്ങൾ യോജിക്കുവാനായി പരിശുദ്ധാത്മാവ് കൃപ നൽകുവാനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇതുവരെ കുടുംബങ്ങളിൽ കാണപ്പെട്ട എല്ലാ കയ്പും വിദ്വേഷവും കർത്താവ് മാറ്റിയതിനായി നന്ദി. വേർപിരിവിന്റെ ആത്മാവിൽ നിന്നും കർത്താവ് മോചനം നൽകിയതിനായി നന്ദി. ദൈവസമാധാനം കുടുംബത്തിൽ നിലനിൽക്കുന്നതിനായി അങ്ങേക്ക് നന്ദി. കുടുംബനാഥനായി ഇന്നു മുതൽ യേശു കാണപ്പെടുന്നതിനാൽ അങ്ങേ ഞങ്ങൾ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. എന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച ഓരോ കുടുംബങ്ങളിലും കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം പരിപൂർണമായി ഇറങ്ങിയതിനായി നന്ദി. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾക്ക് സാക്ഷികളെ നൽകണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.